നല്ലൊരു ഓണമായിട്ട് പൂ മേടിക്കാൻ പോലും പൈസ ഇല്ല. എന്തിനാ ഏട്ടാ ഈ അത്ത ഇടുന്നത്? അതൊന്നും സാരമില്ലടി, മാവേലിക്കറിയാം നമ്മളെ സാഹചര്യങ്ങളൊക്കെ. എന്തായാലും ഓണമായിട്ട് നമ്മൾ എത്തപ്പോയിട്ടില്ലെങ്കിൽ നാട്ടുകാർക്ക് എന്ത് വിചാരിക്കും? അവര് നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഇതൊക്കെ വേണം. നീ ഒരു ജന്മം ഉണ്ടെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കല്ലേ ഭഗവാനെ. എടി, മനുഷ്യ ജന്മത്തിന് എന്തോന്ന് കുഴപ്പം? അത് നേരെ ജീവിക്കറിഞ്ഞോളത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ ചേട്ടാ നമുക്ക് ഈ ഗതി വന്നത്. നല്ലൊരു ഓണമായിട്ട് ഇന്ന് തന്നെ വേണോ? ഇന്ന് ഒന്നാം ഓണം, നാളെ തിരുവോണം. ഈ ദിവസം ഒരിക്കലും മറക്കരുത് നമ്മുടെ നാട്ടുകാർ. ചേട്ടാ കാപ്പി കുടിക്കാൻ വാ. ഞാൻ കാരണം നീയും കൂടെ ബലിയാടാണല്ലേ? അതെന്ത് ചേട്ടാ അങ്ങനെ പറഞ്ഞത്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ ചേട്ടാ ഈ കട അത്രയും വാങ്ങിച്ചു കൂട്ടിയത്. ഇതിനി നമുക്ക് തിരിച്ചു കൊടുക്കാനും കഴിയില്ല. ജീവിക്കണമെങ്കിലും മരിക്കണമെങ്കിലും നമ്മളൊത്ത്. അത് വേണ്ടടി, ഞാൻ നിനക്ക് വാരിത്തരും, നീ എനിക്ക് വാരിത്തരും. രണ്ടുപേരും ഒരുമിച്ച് അങ്ങ് വരും. ഒത്തപ്പോ കെട്ടേക്കുന്നല്ലോ. എന്നാലും ഇവര് എവിടെ പോയി? ഇവിടെ ആളുണ്ടായിരുന്ന ഞാൻ അങ്ങ് പോവാൻ ഇറങ്ങിയതാ. ചേച്ചിക്ക് മനസ്സിലായ എന്നെ? എല്ലാ വർഷവും ഒന്നാം ഓണത്തിന് ഞാൻ ഇവിടെ വരുന്നത്. ചേച്ചി സാരിയും പൈസയൊക്കെ തരാറുണ്ട്. വേറെ ഒരു ജോലിയില്ലേ? ഓണം ആകുമ്പോ ഇറങ്ങിക്കോളും ഓരോ വീടുകളിൽ ചെണ്ടാൻ. അങ്ങനെ പറയല്ലേ സാറേ. ഓണം ആകുമ്പോഴല്ലേ ഞാൻ നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ വരുന്നുള്ളൂ. നിങ്ങൾ വരുന്ന എന്തെങ്കിലും കൊണ്ടൊക്കെ ഞങ്ങളുടെ ഓണം കൊള്ളുന്നത്. നീ പോ, ഇവിടെ 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 ഒന്നുമില്ല. നീ പോ, പറഞ്ഞു വിടറി. വഴക്ക് പറയല്ലേ. കുറച്ച് ആഹാരമെങ്കിലും തരുമോ? അതെത്ര ആഹാരമേ ഉള്ളൂ. ഹലോ, അതേട്ടാ. ആണോ? ചേട്ടാ ഞാൻ വരാം. എടി, ഞാൻ മെനിഞ്ഞാന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ചിരുന്നു. അത് അടിച്ചെന്ന് ഇപ്പൊ സുകുമാരൻ എന്നെ വിളിച്ച് പറഞ്ഞത്. രക്ഷപ്പെട്ടടി. വിളിക്കണം. ഹലോ. ഒന്നും തോന്നരുത് ചേട്ടാ, ഇതിൽ വിഷമാണ്. അതുകൊണ്ടാണ് ഈ ഭക്ഷണം ഞങ്ങൾ തരാത്തത്. ഞങ്ങൾ ഇത് കഴിച്ച് മരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് ദൈവവിളി പോലെ കൊച്ചാ വീട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. ഇനി ചേട്ടനൊരു ഭാഗ്യക്കുറി അടിച്ച്. ഇതിലൊരു വീതം നിനക്കും കൂടെ ഉള്ളതാണ്. 2 ദിവസം കഴിഞ്ഞ് നീ വരണം. ഒന്നും വേണ്ട ചേച്ചി. നിങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയത്. എന്തായാലും അടുത്ത വർഷം ഞാൻ വരാം ചേച്ചി. കയ്യിലുള്ളത് എനിക്ക് തന്നാൽ മതി. ഹാപ്പി ഓണം.